ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും 30 ഡേയ്സ് ഫോർ കിഡ്സ് ഔട്ട്ഫിറ്റ് ചലഞ്ചിൻ്റെ 7th ഡേയിലേക്ക് സ്വാഗതം. ഇന്നതാ നല്ലൊരു അടിപൊളി ഓണം ഔട്ട്ഫിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ഓണം കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ചെയ്യുന്നത്. ഇതൊരു കട്ട് പീസ് കയ്യിൽ ബാലൻസ് ഉണ്ടാകുന്നതാണ്. 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ചെയ്യുന്നത്. ഇത് ഷോൾഡർ അപ്പം ഞാൻ 5 ആണ് എടുത്തേക്കുന്നത്. ഹോൾ ഡെപ്ത് 5 എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് മെഷർമെൻറ്റ് 8.5. നമ്മുടെ യോക്ക് പോർഷൻ്റെ ലെങ്ത്തായിട്ട് ഇവിടെ 9.5 ആണ് എടുക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു വേസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ സൈഡ് പോർഷൻ ഇതേ മെഷർമെൻറ്റ് 9 അല്ല എടുത്തേക്കുന്നത്. നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു കർവ് പോലെ വളച്ചെടുത്തിട്ടാണ് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ താഴത്തെ നമ്മുടെ വേസ്റ്റ് പോർഷൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു 1.5 ഇഞ്ച് ഇതൊക്കെ ഉണ്ട്. ഈ 1.5 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ 9 ഇഞ്ചസിൻ്റെ അവിടത്തേക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കേവ് പോലെ കൊടുക്കണം. ഈ നടുക്ക് വരുന്ന ഭാഗം കുറച്ച് നല്ല ഇങ്ങനെ വളഞ്ഞു വരുന്ന രീതിയിൽ എടുത്തേക്കുവാണ്. ബാക്കി പിന്നെ നമ്മളങ്ങനെ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് കേവാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ വളച്ചെടുത്തേക്കുവാണ്. ഇത് ബാക്ക് പോർഷനാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് നമുക്കിനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നെക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. ബാക്ക് കുറച്ച് ഓപ്പൺ ആയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അത് ആദ്യം ഞാനൊരു ചെറിയ റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം 2 ഇഞ്ചസാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിനകത്ത് നമ്മൾ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് കഴിഞ്ഞാണ് ഞാനിവിടെ റൗണ്ട് വരച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഹോളും കൂടി പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ചാനലിലെ ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു കുഞ്ഞ് യൂട്യൂബർ ആവണമെന്നൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ഒരു ചാനലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും വളരെ വലുതാണ്. പിന്നെ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ചെറിയ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട്. അതിനും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ ഞാനിവിടെ ചെയ്യുന്ന ചെയ്യുന്ന ഉണ്ടാക്കുന്ന ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ എനിക്കത് തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഈ ഡ്രസ്സൊക്കെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഒരു ലൈനിങ് പീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുത്തിൻ്റെ ആ ഭാഗവും എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മറിച്ചെടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ വെച്ചതിന് ശേഷം അതെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഒരു ചെറിയ ബോട്ട് പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് ഞാനൊരു കട്ട് പീസിൻ്റെ ബാക്കി വന്ന പീസാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു പഴയ ടോപ്പ് കഴിഞ്ഞ വർഷം ഓണത്തിനൊക്കെ യൂസ് ചെയ്ത ഒരു ടോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ടോപ്പിനെ കട്ട് ചെയ്തിട്ട് 24 ഇഞ്ച് ഫുൾ ഫ്രോക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 24 ഇഞ്ചാണ് ഞാൻ സ്കേർട്ട് പോർഷനായിട്ട് എടുത്തേക്കുന്നത്. ആ ഒരു സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള 24 ഇഞ്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പ് ഞാനൊരു ലൈനിങ്ങും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ കണ്ടോ, ഇതുപോലെ നെക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം അതിന് നേരെ മറിച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ സ്കേർട്ട് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്തത്. ലൈനിങ് ഒന്നും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ നോക്കണ്ട. കിട്ടിയൊരു പീസ് എടുത്ത് വെച്ച് ലൈനിങ് പോലെ യൂസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഫ്രണ്ടും ബാക്കും ഒരുപോലെ മറിച്ചെടുത്തു. സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ സൈഡിലേക്കുള്ള എല്ലാ ഫിനിഷിങ്ങും നമ്മുടെ ഷോൾഡറും അതുപോലെ സൈഡും എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ള ഫൈനൽ ഔട്ട്പുട്ടാണ് നമ്മുടെ ഈ ഡ്രസ്സിൽ ഈ കാണുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ വരാം. ബൈ.